പൊളിച്ചു. അടിപൊളിയായിട്ടുണ്ടാ? അടിപൊളി മസാലക്കൂട്ട് പറഞ്ഞ അടിപൊളി മസാലക്കൂട്ട് സൂപ്പർ. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് മുട്ട സാലനെയാണ് ഉണ്ടാക്കാൻ പോണത്. തേങ്ങാപ്പാൽ ഒഴിച്ചും വെക്കാം, തേങ്ങാപ്പാൽ ഒഴിക്കാതെയും വെക്കാം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് തേങ്ങാപ്പാൽ ഒഴിക്കാതെയാണ്. ഈ മുട്ട സാലനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനത്തിലേക്കും കഴിക്കാം. എന്തൊക്കെ സാധനങ്ങൾ? പൊറോട്ട, ചപ്പാത്തി, നൂൽപുട്ട്, പത്തിരി, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എല്ലാത്തിലേക്കും ഈ പറയുന്ന കറി നമ്മൾക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ അതിലേക്ക് എന്തൊക്കെയാ വേണ്ട സാധനങ്ങളെന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഞാൻ മുട്ട 4 എടുത്തിട്ടുണ്ട്. 4 ഇത് പുഴുങ്ങിയതാണ്. ഉള്ളി, വലിയ ഉള്ളി ഒരു 5 എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മഞ്ഞപ്പൊടി, കാശ്മീർ മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, സാദാ മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് കറുവേപ്പില. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പാന് വെച്ച് കൊടുക്കാം. ഒന്നൊത്തിരി നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്കിത് അപ്പം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചൂടാവണം എന്നില്ല, ഉള്ളി വതക്കി എടുക്കാൻ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇളക്കി കൊടുത്ത് ഉള്ളി ബ്രൗൺ കളർ വരണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി അപ്പോൾ നല്ലോണം ഒന്ന് മുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല മുറുകി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ. നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി അരിഞ്ഞ് നൈസിൽ അരിഞ്ഞ് വെച്ചതാണ്. നമുക്കിനി ഇതിൽ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. 4 കീറിക്കോളൂ. ഇതിന്റെ പച്ചമണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പോട്ടെ. പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. സാദാ മുളക് പൊടിയാണ്. എരിവ് അനുസരിച്ചിട്ട് ഇടണം. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചേ ഇടണുള്ളൂ. കാശ്മീർ മുളക് പൊടിയാണ്. എരിവുണ്ടാവില്ല, കളറിനാണ്. മഞ്ഞപ്പൊടി ഒരു ലേശം. പെരുംജീരകം പൊടിച്ചത് 1 സ്പൂൺ ഇടാം. 1 സ്പൂൺ ഇട്ടോളൂ. ഇത്രയും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതിനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ പച്ചമണമൊക്കെ നല്ലോണം പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്കിനി ഒരു ക്യാരറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ആ ക്യാരറ്റ് പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ക്യാരറ്റേ അടിച്ചിട്ടുള്ളൂ. നോക്കിക്കോളൂ. നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. ക്യാരറ്റിൻ്റെയും പച്ചമണമൊക്കെ നന്നായി പോയിട്ടുണ്ട്. നമുക്കിനി തക്കാളി 2 എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ അടിച്ചതാണ്. ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വീട്ടിലനുസരിച്ചിട്ട്. നമ്മൾ തക്കാളി ക്യാരറ്റൊക്കെ പേസ്റ്റാക്കി ഇടുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മളതിലൊരു ഗ്രേവി ആകാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ക്യാരറ്റും തക്കാളിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുക. പക്ഷെ മുറിച്ചിട്ടിടാം, അത്ര നമുക്ക് ഗ്രേവി കിട്ടില്ല. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മധുരവും ഉണ്ടാവും. തക്കാളി പേസ്റ്റിൻ്റെയും ക്യാരറ്റിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മുട്ടസാലിൻ്റെ ഗ്രേവി എല്ലാം നന്നായി വന്നിട്ടുണ്ട്. നല്ല പച്ചമണം എല്ലാം പോയി നന്നായി വന്നിട്ട് നമുക്കിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഒന്ന് നല്ലപോലെ തിളച്ച് വറ്റട്ടെ. ഇപ്പോഴാണ് നമ്മൾ ഉപ്പും എല്ലാം നോക്കേണ്ടത്. അപ്പോൾ ഒന്ന് തിളച്ച് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ മുട്ടസാലിനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മുട്ടയൊന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. മുട്ട ഞാൻ 4 എടുത്തിട്ടുള്ളൂ. നോക്കിക്കോളൂ. നമുക്കിനി ഇത്തിരി മല്ലിയില ഒന്ന് തൂവി കൊടുക്കാം. കറുവേപ്പില ലേശം. നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഒന്ന് മൂടി വെക്കാം. അപ്പൊ ഒന്ന് ഇത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ. നമുക്ക് എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. ബാബു, നമ്മുടെ മുട്ടസാലിനെ കഴിക്കാൻ പാടാ. മുട്ടസാലിനൊക്കെ റെഡി ആയില്ലേ? ഞാൻ ഇതുവരെ കേൾക്കാത്ത പേരാണ് മുട്ടസാലിന. പുഷ്പമ്മന്റെ കറിയാണ് ഇല്ലേ? ഇട്ടാലോ? ചപ്പാത്തിയും കൊണ്ട് വന്നിട്ടുണ്ട് അല്ലേ? പുഷ്പമ്മന്റെ തന്നെ ചപ്പാത്തിയും കൊണ്ട് വന്നിരിക്കുകയാണ്. അതെ,
സെറ്റ് ആയിട്ടല്ലോ അല്ലേ? അടിപൊളി. മുട്ട കട്ട് ചെയ്ത് ഇങ്ങനെ ഇടണം, എന്നാലേ ടേസ്റ്റ് അറിയുള്ളൂ അല്ലേ? നമുക്ക് എന്തായാലും മുട്ട സലാഡ് ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞു. ഈ കറി എല്ലാവർക്കും പറ്റിയതാണ്, ചപ്പാത്തിക്കൊക്കെ. ഇപ്പൊ നമ്മള് ചപ്പാത്തി ആയതുകൊണ്ട് ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓ, മുട്ടന്റെ ഒരു പീസും ഗ്രേവിയൊക്കെ മിക്സ് ചെയ്തിട്ട് പൊളിച്ചു. അടിപൊളിയായിട്ടുണ്ടാ? അടിപൊളി മസാലക്കൂട്ട് പറഞ്ഞ അടിപൊളി മസാലക്കൂട്ട്, സൂപ്പർ. എന്തൊക്കെ കൂട്ടി കഴിക്കാം? എല്ലാം കഴിക്കാം. മെയിനായിട്ട് എന്താന്ന് പറയുള്ളൂ, ഇതില് ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട്. ചപ്പാത്തി, പൊറോട്ടയല്ല, നൂൽപുട്ടല്ല, പത്തിരിയല്ല, എല്ലാത്തിനും കൂടെയും കഴിക്കാം. എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ചെറിയൊരു സ്വീറ്റ്, നല്ല മധുരമുണ്ട്, ചെറിയൊരു മധുരം വരുന്നുണ്ട്. എരിവ് നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ഇതിൽ നല്ല നല്ല ചൊടുക്കുന്നുണ്ട്, നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ചപ്പാത്തിനൂടെ ഇത് അടിപൊളിയായിട്ട് പറഞ്ഞാൽ അടിപൊളിയായിട്ട്. മുട്ടയും ഇതിൽ ഗ്രേവിയിൽ ചേരുമ്പോൾ സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ. അപ്പൊ ഗംഭീരം മുട്ടസാലിന ഗംഭീരമായിട്ട്. പുഷ്പമ്മ എന്താ പറയാനുള്ളത് നമ്മുടെ ആളുകളുടെ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക, അത്രേ നമുക്ക് പറയാം. അപ്പൊ എല്ലാവരും ഈ വെറൈറ്റി റെസിപ്പിയിൽ മുട്ടസാലിനെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് കഴിച്ച് ചപ്പാത്തിൻ്റെ കൂടെ ഏറെ ഫുഡ് വെച്ചാൽ കഴിച്ച് നോക്കിയിട്ട് അടിപൊളി കമന്റ് ആയിട്ട് അങ്ങോട്ട് പുഷ്പമ്മനെ അറിയിക്കുക. പുഷ്പമ്മന്റെ മുഖം കറിയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത കിടുക്കാച്ചി വെറൈറ്റി ആയിട്ട് വരുന്നവരെല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.